ആഹാരം ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ആമാശയത്തിന്റെ അളവ് കുറയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ആമാശയത്തിന്റെ അകത്തുനിന്ന് ഗ്രലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. ആ ഹോർമോണിന്റെ അളവ് നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. ഇതും ശരീരത്തിന്റെ അകത്തുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഈ 3 അതിനൂതന ശസ്ത്രക്രിയകളും ഇപ്പോൾ ചെയ്തു വരുന്നത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴിയാണ് എന്നതും ഏറെ ഗുണകരമാണ്. കാരണം മിക്കപ്പോഴും തന്നെ അധിക ദിവസം വൈകാതെ രോഗിക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് അന്ന് തന്നെ രോഗിയെ നടത്തുന്നു. അധിക ദിവസങ്ങൾ താമസിക്കാതെ തന്നെ പൂർണ്ണമായും തന്റെ ജോലിയിൽ തിരിച്ച് വ്യാപൃതനാവാനും ഇത്തരം രോഗികൾക്ക് സാധിക്കുകയും ചെയ്യുന്നു ഈ കീഹോൾ സർജറി വഴി. അപ്പോൾ നമ്മൾ ഈ കടുത്ത പ്രമേഹമുള്ളവർക്ക്, അമിതവണ്ണമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും കുറെ അധികം സംശയങ്ങൾ നമുക്കുണ്ടാകും, പ്രത്യേകിച്ചും കോംപ്ലിക്കേഷൻസിനെ കുറിച്ച്. കുടൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിക്കുകയും മാറ്റിവെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭാവിയിൽ കുഴപ്പമുണ്ടാകുകയോ എന്നാണ് ഒരു പ്രശ്നം വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഐലിഡ് ഇന്റർപൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ രണ്ടാമത്തെ ടൈപ്പിലുള്ള ഓപ്പറേഷനുകൾ, അതിന്റെ അകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ചെറുകുടലിന്റെ ഒരു ഭാഗം മുകളിലേക്ക് കയറ്റിവെക്കുന്നത്, അതിന്റെ അകത്തുനിന്ന് ആഹാരം ഡൈവേർട്ട് ചെയ്യുന്നില്ല, ആഹാരം ഒരു ഭാഗത്തുകൂടെയും പോകാതിരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഓപ്പറേഷനുകൾക്ക് യാതൊരു സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ യാതൊരു ഭവിഷ്യത്തുകളും ഉണ്ടാകുന്നില്ല. രോഗികൾ വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ നമ്മൾ ആഹാരം ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അകത്തു നിന്ന് പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ്, ഇങ്ങനെ പല പല ഘടകങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മൾക്ക് ആഗീരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത് ആഗീരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ചെറുകുടലിന്റെ ഒരു ഭാഗം നമ്മൾ ബൈപ്പാസ് ചെയ്തു വിടുമ്പോൾ ആ ഭാഗത്ത് നിന്ന് ആഗീരണം ചെയ്യുന്ന വസ്തുക്കൾ, ഉദാഹരണമായി B1, B6, B12 ഇതെല്ലാം ബി കോംപ്ലക്സുകളാണ്. അതേപോലെ കാൽസ്യം, ഇങ്ങനെയുള്ള ഘടകങ്ങളുടെ അളവ് രക്തത്തിൽ കുറയാൻ ഇടയാക്കും. അത് നമ്മൾ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അകത്ത് ഈ ഘടകങ്ങളുടെ അളവ് നമ്മൾ കൂട്ടേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ഈ ഓപ്പറേഷനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത്. മറ്റ് കോംപ്ലിക്കേഷൻസിന്റെ സാധ്യതയും ഇത്തരം താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിൽ കുറവാണ്, പ്രത്യേകിച്ചും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുമ്പോൾ. ഇതെല്ലാം വളരെയധികം ഈ സ്റ്റേപ്ലേഴ്സ് എന്ന് പറയുന്ന ഈ നമ്മൾ കട്ട് ചെയ്യുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതെല്ലാം സ്റ്റേപ്ലേഴ്സ് എന്ന് പറഞ്ഞ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് ഈ ഓപ്പറേഷനുകൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിൽ കൂടി നമ്മൾ ചെയ്യുന്ന ഈ ഓപ്പറേഷനുകൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കാരണം ഇത് മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിന്റെ അളവ് വളരെയധികം താഴെയാണ്. 1% താഴെയാണ് ഇത് മൂലമുണ്ടാകുന്ന ഓപ്പറേഷനുകളുടെ കോംപ്ലിക്കേഷൻസ്. കടുത്ത പ്രമേഹത്തിനായുള്ള അതിനൂതനമായ ചെറുകുടലിൽ ചെയ്യുന്ന ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ശേഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉള്ള ആഹാരത്തിന്റെ ക്രമീകരണങ്ങൾ വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ നമ്മൾ 2-3 ദിവസം ആഹാരമൊന്നും കഴിക്കാൻ അനുവദിക്കുകയില്ല. വായിൽ കൂടി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന കുടലുകളെല്ലാം സാധാരണഗതിയിൽ കൂടിച്ചേർന്നതിന് ശേഷമേ ഉള്ളൂ ആഹാരം കഴിക്കാൻ തുടങ്ങുകയുള്ളൂ. ആദ്യമേ ദ്രാവക രൂപത്തിലുള്ള ആഹാരങ്ങൾക്ക് ശേഷമായിരിക്കും നോർമൽ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. സാധാരണഗതിയിൽ ഒരു 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ എടുക്കും ഈ ഡയബറ്റിക് ശസ്ത്രക്രിയകളുടെ ഫലം അറിഞ്ഞു തുടങ്ങുവാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം ആദ്യം കഴിക്കാത്തത് കാരണം നമ്മൾക്ക് വേണ്ടിവരുന്ന ഇൻസുലിന്റെയോ അല്ലെങ്കിൽ മരുന്നുകളുടെ അളവ് ആദ്യ ദിവസങ്ങളിൽ വളരെ കുറവായിരിക്കും. അതിനുശേഷം നമ്മൾ ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ 1 ആഴ്ച മുതൽ ഒരു 4 ആഴ്ച വരെ വളരെ ചെറിയ രീതിയിലുള്ള ഇൻസുലിനോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മരുന്നുകളോ ഉപയോഗിക്കേണ്ടി വരും. സാധാരണ 4 മുതൽ 6 ആഴ്ച കൊണ്ട് ഈ ഇൻസുലിൻ ആണെങ്കിലും മരുന്നുകളാണെങ്കിലും അത് പൂർണ്ണമായും നമ്മൾക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത്. അനിയന്ത്രിതമായ പ്രമേഹത്തിനായുള്ള ഈ അതിനൂതന ചികിത്സാ രീതിയായ ശസ്ത്രക്രിയയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും പ്രമേഹത്തിനുള്ള ഫസ്റ്റ് ലൈൻ ചികിത്സ ശസ്ത്രക്രിയയൊന്നുമല്ല എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി മോഡിഫിക്കേഷൻസിലൂടെ, വ്യായാമത്തിലൂടെ, ആഹാര ശൈലിയിലെ കൃത്യമായ പരിപാലനത്തിലൂടെ എല്ലാം തന്നെ നല്ലൊരു പരിധിവരെ പ്രമേഹത്തെ തടഞ്ഞു നിർത്താനും പ്രമേഹം വരാതെ നോക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ലോക
ലോകതലസ്ഥാനം തന്നെ കേരളമാണ് പ്രമേഹത്തിൻ്റെത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനിയന്ത്രിതമായ പ്രമേഹമുണ്ട്. അവരിൽ പലർക്കും, പ്രത്യേകിച്ചും ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ഗുണകരമാവുകയും ചെയ്യും. അത്തരക്കാരുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഇവിടെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതും. അല്ലാതെ പ്രമേഹത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ് സർജറി എന്ന് പറയുകയല്ല ഒരിക്കലും ഇവിടെ. നമ്മൾ ഈ പ്രമേഹത്തിന്റെ ശസ്ത്രക്രിയ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രയോക്താവ് എന്ന് പറയുന്നത് ബ്രസീൽ സർജനായ ഡോക്ടർ ഓറിയോ ഡി പോളോ ആണ്. അദ്ദേഹം കഴിഞ്ഞ 7 വർഷമായിട്ട് 600 രോഗികളിൽ ഈ ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. ഈ 600 രോഗികൾ എന്ന് പറയുന്നത് ഒബീസ് അല്ലാത്ത രോഗികളിൽ, നമ്മൾ വണ്ണം അധികം ഇല്ലാത്ത സാധാരണ രോഗികളിലാണ് ഈ പ്രമേഹ നിവാരണത്തിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയകൾ ചെയ്തത്. അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് 90% രോഗികളിലും കഴിഞ്ഞ 7 വർഷമായി പൂർണ്ണമായിട്ടും ഈ പ്രമേഹത്തിനുള്ള അവർ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നിരുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഇൻസുലിനോ മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. 10% രോഗികളിൽ അവർക്ക് ഇത് കുറയ്ക്കുവാനായിട്ട്, ഇൻസുലിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ടാബ്ലറ്റ് ആയിട്ട് കുറയ്ക്കുവാനായിട്ടോ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ടാബ്ലറ്റുകളുടെ എണ്ണം കുറയ്ക്കുവാനായിട്ടോ സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പ്രമേഹം എന്ന് പറയുന്നത് 2 ടൈപ്പിലുള്ള പ്രമേഹമുണ്ട്. നമ്മൾ ജനിക്കുമ്പോഴേ തന്നെ ഉണ്ടാകുന്ന പ്രമേഹമാണ് ജുവനൈൽ ഡയബറ്റീസ്, അതിനാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രായപൂർത്തിയായ ശേഷം ഉണ്ടാകുന്ന പ്രമേഹ രോഗത്തിനാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ ശസ്ത്രക്രിയ ടൈപ്പ് 2 ഡയബറ്റീസിന് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ടൈപ്പ് 1 ഡയബറ്റീസിന് ഈ ശസ്ത്രക്രിയ ഒട്ടും പ്രയോജനപ്പെടുകയില്ല. അതായത് ടൈപ്പ് 2 എന്ന സാധാരണ പ്രായമായ ആളുകളിൽ കണ്ടുവരുന്ന പ്രമേഹം, അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയുകയോ അതിന്റെ അളവ് കുറയുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള കടുത്ത ടൈപ്പ് 2 രോഗമുള്ള ഇത്തരത്തിലുള്ള ഡയബറ്റിക് രോഗികളിലാണ് ഈ ശസ്ത്രക്രിയ ഏറ്റവും ഫലവത്താവുന്നത്. ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വളരെ നിരവധി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ രക്തത്തിന്റെ അകത്തുള്ള നിരവധി ടെസ്റ്റുകൾ ചെയ്ത ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ രോഗി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ പ്രയോജനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ചില ആൾക്കാരുടെ ദേഹത്ത് ഇൻസുലിൻ ആന്റിബോഡീസ് ഉണ്ടാവും. ഇൻസുലിൻ ആന്റിബോഡീസ് ഉള്ള ആൾക്കാർക്ക് പ്രമേഹ രോഗികളുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾക്കിത് പ്രയോജനപ്പെടുകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ശസ്ത്രക്രിയ ചെയ്താൽ ഇൻസുലിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നശിപ്പിക്കുന്ന ആന്റിബോഡീസ് ഉള്ളത് കാരണം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന എല്ലാ രോഗികളെയും നമ്മൾ നിരവധി ടെസ്റ്റുകൾ ചെയ്ത ശേഷം ഇതിന് യോജിച്ച രോഗികളെ മാത്രമേ ഈ ശസ്ത്രക്രിയകൾക്ക് തിരഞ്ഞെടുക്കാറുള്ളൂ. ഈ ശസ്ത്രക്രിയ അതിനൂതന സംവിധാനമാണ്. അമേരിക്കയിലും മറ്റും ഇപ്പോഴും അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഏഷ്യ പസഫിക് രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും എല്ലാം നടത്തിയ പരീക്ഷണങ്ങളെല്ലാം വളരെ ആശാവഹമായ റിസൾട്ടുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ടുകൾ മെയിനായിട്ട് ഇപ്പം നമ്മൾ നോക്കുന്നത് ഇത് എത്ര കാലം വരെ ഇതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ഒരു 5 മുതൽ 7 വർഷം വരെയുള്ള കാലയളവിൽ വരെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നല്ല ഫലങ്ങളാണ് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊരു 10 വർഷം വരെ നല്ല റിസൾട്ട് കിട്ടുക എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ ശസ്ത്രക്രിയ പ്രമേഹ ചികിത്സയിൽ ഒരു നൂതനമായ വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മൾക്കറിയാം, ഈ പ്രമേഹം രോഗം മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത്രയധികം നിരവധികളാണ്, അത്രയധികം അധികമാണ്. അപ്പോൾ ഒരു ശസ്ത്രക്രിയയിൽ കൂടി അത് ഭേദമാക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വിപ്ലവകരമായ ചികിത്സാ സമ്പ്രദായം ഈ പ്രമേഹ ചികിത്സയിൽ ഉണ്ടാകും എന്നുള്ളതിന് തെളിവാണ്. കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗത്തെ മികവിന്റെ മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഡയബറ്റീസിന്റെ ശസ്ത്രക്രിയയും കാണാം. കാരണം ഇന്ത്യയിൽ തന്നെ അപൂർവം ചില സെന്ററുകൾ മാത്രമാണ് ഈ ഒരു സംവിധാനം ഓഫർ ചെയ്യുന്നത്. അതിൽ പലതും നമ്മുടെ കേരളത്തിലാണ്. മൗലാന ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്ത 3 രോഗികൾ ഉൾപ്പെടെ കേരളത്തിലെ 4-5 സെന്ററുകളിലായി ഏകദേശം 50 രോഗികളോളം ഈ ശസ്ത്രക്രിയ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ആ റിസൾട്ട് വളരെ ആശാവഹമാണ്. മറ്റുള്ള നഗരങ്ങളിൽ, ഇപ്പം ഹൈദരാബാദ്, ബോംബെ, ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ചിലവ് ഏകദേശം 4-5 ലക്ഷത്തോളം വരുമെങ്കിലും നമ്മളുടെ കേരളത്തിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ ചാർജിൽ ഈ ശസ്ത്രക്രിയ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇതൊരു നമ്മൾ വീണ്ടും കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രമേഹത്തിന്റെ അടിസ്ഥാനപരമായ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വ്യായാമം, ആഹാരരീതി എല്ലാമാണ് അതിലേറ്റവും പ്രധാനമായി വരുന്നത്. എങ്കിലും നമ്മുടെ കേരളത്തിൽ അനേക ലക്ഷം ആളുകൾക്ക് കടുത്ത പ്രമേഹമുള്ളവരിൽ ഇത്തരത്തിൽ ആശാവഹമായിട്ടുള്ള അതിനൂതന ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ രീതികളും ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു എന്നും നാം മനസ്സിലാക്കുക.